Good morning to all. Today going to talk about quality in healthcare system എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ലേറ്റ് മെഡീവൽ യൂറോപ്യൻ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദ ഹോസ്പിറ്റലർ ഓർഡർ ഓഫ് സെൻറ്റ് ജോൺസ് ജെറൂസലേം founded in 1099, the Knights of Malta. It has its own reason, the founding of the hospital for pilgrim to Holy Land. അതായത് ഹോളി ലാൻഡിൽ സന്ദർശനത്തിനെത്തുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് 1999 കിങ് ഓഫ് നൈറ്റ്സ് ഓഫ് മാൾട്ടയിലെ സെയിൻറ്റ് ജോൺ ഓഫ് ജെറുസലേമാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻ യൂറോപ്പ് സ്പാനിഷ് ഹോസ്പിറ്റൽസ് ആർ പെർട്ടിക്കുലർലി നോട്ട് വർത്തി എക്സാമ്പിൾ ഓഫ് ക്രിസ്ത്യൻ വെർച്യു ആൻഡ് എക്സ്പ്രസ്ഡ് ത്രൂ ദ കെയർ ഓഫ് സിക്ക്. അതായത് യൂറോപ്പിൽ ഇതുപോലെയുള്ള സ്പാനിഷ് ഹോസ്പിറ്റൽസ് രോഗികളെ ശുശ്രൂഷിക്കുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധ കൊടുത്തിരുന്നു. ആൻഡ് വേർ യൂഷ്വലി അറ്റാച്ച്ഡ് ടു ദ മോണസ്ട്രി ഇൻ വാർഡ് ചാപ്പൽ കോൺഫിഗറേഷൻ, മോസ്റ്റ് ഓഫ് ദ എറക്റ്റഡ് ഓഫ് ദ ഷേപ്പ് ഓഫ് എ ക്രോസ്. അതായത് ഇത് സാധാരണ ഒരു കുരിശാകൃതിയിലുള്ള ഒരു മോണസ്ട്രികൾ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചിട്ട് അതിൽ ഇവർ സേവനങ്ങൾ ചെയ്തിരുന്നു, അതായത് രോഗികളെ ശുശ്രൂഷിച്ചിരുന്നു. ദ സ്റ്റൈൽ റീച്ച്ഡ് ദ ഹൈ പോയിന്റ് ഡ്യൂറിങ് ദ ഹോസ്പിറ്റൽ ബിൽഡിംഗ് ക്യാമ്പയിൻ പോർച്ചുഗീസ് സെൻറ്റ് ജോൺസ് ഓഫ് ഗോഡ് 16th century. ഇത് 16ാം നൂറ്റാണ്ടുകളിലൊക്കെയാണ് പോർച്ചുഗീസിലൊക്കെ ഇതുപോലെയുള്ള ഹോസ്പിറ്റൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സൂൺ മെനി മോണസ്ട്രീസ് വെർ ഫൗണ്ടഡ് ത്രൂ ഔട്ട് ദ യൂറോപ്പ്. ഇതുപോലെയുള്ള പല ആശ്രമങ്ങൾ യൂറോപ്പിൽ സ്റ്റാർട്ട് ചെയ്തു. എവരിവെയർ ദർ വെർ ഹോസ്പിറ്റൽസ് ലൈക്ക് ഇൻ മൗണ്ട് കാസിനോടെ പോലെയുള്ള ഹോസ്പിറ്റൽസാണ് ഇവിടെയൊക്കെ തുടങ്ങിയത്. അതായത് സന്യാസിമാർ താമസിക്കുന്നതിനോട് ചേർന്ന് ഹോസ്പിറ്റൽ തുടങ്ങുകയാണ്. ബൈ ദ 11th century some monasteries were training their own physician. Ideally such physicians would uphold the Christians the ideal of healer who offered mercy and charity towards the all. അതായത് ഇവർ തന്നെ മോണസ്ട്രികളിൽ ഇവർ തന്നെ ഡോക്ടേഴ്സിനെ പഠിപ്പിക്കുന്നു. ആ ഡോക്ടേഴ്സ് ക്രിസ്ത്യൻ മതാചാര പ്രകാരമുള്ള രീതികൾ ചെയ്ത് കരുണയും അതുപോലെ തന്നെ സേവനവും ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ടുവാർഡ്സ് ഓൾ പേഷ്യൻസ് ആൻഡ് സോൾജേഴ്സ്. മിക്കപ്പോഴും പല പല സാംക്രമിക രോഗങ്ങൾ, കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഒക്കെ പടർന്നു പിടിക്കുമ്പോൾ, അതേപോലെ തന്നെ യുദ്ധങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിൽ പരിക്ക് പറ്റുന്ന സൈനികരെ, അതേപോലെ തന്നെ പല രോഗങ്ങൾ പടർന്നു പിടിക്കുമ്പോൾ അപ്പോഴൊക്കെയാണ് ഈ രോഗികൾ. അപ്പോൾ രോഗികളെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല സേവനം എന്നുള്ള രീതിയിൽ ക്രിസ്ത്യൻ മോണസ്ട്രികളിലാണ് കൂടുതലായിട്ട് ഇത് നടന്നിരുന്നത്. ദെൻ വാട്ടെവർ ദ സ്റ്റാറ്റസ് ആൻഡ് പ്രോഗ്നോസിസ് മൈറ്റ് ബി, അത് അത്ര നല്ല രീതിയിൽ എല്ലാവരെയും ശുശ്രൂഷിച്ചിട്ടുണ്ടായിരുന്നില്ല എങ്കിലും നല്ലൊരു ശതമാനം ആൾക്കാർക്ക് അതിൻ്റെ സേവനങ്ങൾ കിട്ടിയിരുന്നു. 6th to 12th century ആയപ്പോഴും ബെനഡിക്റ്റൻസ് എസ്റ്റാബ്ലിഷ്ഡ് മെനി മങ് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ബെനഡിക്റ്റൻ എന്ന് പറയുന്ന ഒരു സമൂഹമാണ്, ഒരു ക്രിസ്ത്യൻ സഭയാണ്. അപ്പോൾ അവർ ഇതുപോലെയുള്ള ഇൻഡിപെൻഡൻറ്റ് ഹോസ്പിറ്റൽസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ബെനഡിക്റ്റൻസ് എന്ന് പറയുന്ന ഓർഡർ ഓഫ് ദ റിവാർഡ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഹോസ്പിറ്റൽ initially to provide general care to sick and wounded, then the treatment of syphilis and isolation patient which communicable diseases. അതായത് സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുമ്പോൾ, പ്ലാഗ്, മലേറിയ അങ്ങനെയുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുമ്പോൾ അവരാരും ശുശ്രൂഷിക്കാനില്ലാതെ അവരെ സഹായിക്കുകയും അതേപോലെ തന്നെ യുദ്ധത്തിൽ പരിക്കേറ്റിട്ടുള്ള സൈനികരെ ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യുകയാണ് ഇതിൽ ചെയ്തിരുന്നത്. ദ ഹോസ്പിറ്റൽ മൂവ്മെൻറ്റ് സ്പ്രെഡ് ത്രൂ യൂറോപ്പ് ഇൻ സബ്സിക്വൻറ്റ് സെഞ്ചുറീസ്. തുടർന്നുള്ള നൂറ്റാണ്ടുകളിലൊക്കെ ഇതുപോലെയുള്ള ഹോസ്പിറ്റൽ തുടങ്ങാനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് കുറേ ഉണ്ടായിട്ടുണ്ട്. ഇൻ 225 ബെഡ് ഹോസ്പിറ്റൽ ദെൻ ബിൽറ്റ് അറ്റ് യോർക്ക് 1287. 1287 യോർക്കിൽ ഒരു ഹോസ്പിറ്റൽ തുടങ്ങി. ലാർജ് ഫെസിലിറ്റീസ് എസ്റ്റാബ്ലിഷ്ഡ് ഫ്ലോറൻസ്, പാരീസ്, മിലൻ, സിയന്ന ആൻഡ് അതർ മെഡീവൽ ബിഗ് യൂറോപ്യൻ സിറ്റീസ്. യൂറോപ്പിലുള്ള ബിഗ് സിറ്റീസിലൊക്കെ ഇതുപോലെയുള്ള ഹോസ്പിറ്റലുകൾ തുടങ്ങിയിട്ടുണ്ട്. ഇൻ 1120 മാൻ നെയ്മഡ് റാഹേൽ ഫെൽ ഇൻ ഇൽ വിത്ത് മലേറിയ ഇൻ റോം. ഹി വാസ് ടേക്കൺ കെയർ ഓഫ് ദ മങ്സ് ഓഫ് ദ സ്മോൾ ഹോസ്പിറ്റൽ നിയർ ദ ചർച്ച് ഓഫ് ബാർട്ടോമോളിയ. അതിനോട് ചേർന്ന്, ബാർട്ടോമോളിയ എന്ന് പറയുന്ന ചർച്ചിനോട് ചേർന്ന് ഇതുപോലെയുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുമ്പോൾ അതുപോലെയുള്ള സ്ഥാപനങ്ങൾ തുടങ്ങി. ടിബർ ഐലൻഡ് ആൻഡ് took a vow to found a hospital in care of efficiently cured
1223 ഫൗണ്ടഡ് സ്മോൾ ഹോസ്പിറ്റൽസ് പൂർ ഔട്ട്സൈഡ് ദ ലണ്ടൻ. ചെറിയ ഹോസ്പിറ്റൽസ് ഔട്ട്സൈഡ് ദ ലണ്ടൻ. അതായത് കോവിഡ് പോലെ തന്നെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ പലതും ആ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ അവർ രാജ്യങ്ങളെ മറ്റൊരു രാജ്യത്തേക്ക് പുറത്ത് കടക്കാതെയൊക്കെ അവരുടെ രാജ്യങ്ങളുടെ ഗേറ്റുകൾ അടച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ അന്നത്തെ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെയുള്ള സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുക 1123 നമുക്ക് കൃത്യമായ റെക്കോർഡുകൾ ഇല്ലാതിരുന്നിട്ട് കൂടെ അന്നൊക്കെ ഇതുപോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാവുകയും അത് പടരാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അവർ. അപ്പോൾ ഇങ്ങനെയുള്ള ആക്ടിവിറ്റിയുടെ ഇതുപോലെയുള്ള പരിശ്രമങ്ങൾ ബാർത്തോലോമിയ ഹോസ്പിറ്റൽ സ്റ്റിൽ ആക്റ്റീവ് ടുഡേ. ഇന്നും അതുപോലെയുള്ള ഹോസ്പിറ്റൽ കോമൺലി ബാർട്ട് എന്നാണ് അതിനെ വിളിക്കുന്നത്. ഇൻ ദ നോർത്ത് ഡ്യൂറിങ് ലേറ്റ് സാക്സോൺ പീരീഡ് മൊണസ്ട്രീസ്, നന്നറീസ് ആൻഡ് ഹോസ്പിറ്റൽ ഫങ്ഷൻഡ് മെയിൻലി ആസ് എ സൈറ്റ് ഓഫ് ചാരിറ്റി ഓഫ് ദ പുവർ. പിന്നെ ഇതുപോലെയുള്ള സന്യാസിനികളുടെ നന്നറീസ്, അതുപോലെ തന്നെ മോണസ്ട്രീസ്, അത് സന്യാസികളാണ്, മങ്കാണ് അതിൽ വരുന്നത്. അവരുടെ പിന്നെ ഹോസ്പിറ്റൽസ്, ഇതൊക്കെ പാവങ്ങളെ സഹായിക്കുക, യുദ്ധത്തിൽ പരിക്കേറ്റവരെ സഹായിക്കുക, ഒറ്റപ്പെട്ടു പോകുന്ന സാംക്രമിക രോഗങ്ങളിൽപ്പെട്ടവരെ സഹായിക്കുക എന്നൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആഫ്റ്റർ ദ നോർമൻ കോൺക്വസ്റ്റ് ഓഫ് 1066 ഹോസ്പിറ്റൽ വെർ ഫൗണ്ട് ടു ബി ഓട്ടോണമസ് ഫ്രീ സ്റ്റാൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. പിന്നെ 1066 ആകുമ്പോഴേക്കും അത് ഫ്രീ സ്റ്റാൻഡിങ് സ്വന്തമായിട്ടുള്ള സ്ഥാപനങ്ങളായിട്ട് തുടങ്ങി. ദേ ഡിസ്പെൻസ് അലാംസ് ആൻഡ് സം മെഡിസിൻസ് വെർ ജനറസ്ലി എൻഡോവ്ഡ് ബൈ ദ nobility and gentry who counted them for spiritual rewards after death. അതായത് നമുക്ക് മരണശേഷം അനുഗ്രഹം കിട്ടുമെന്നുള്ള ഒരു ഇതോടുകൂടി നമ്മൾ ഭിക്ഷ കൊടുത്തിട്ട് അവർക്കുള്ള ഭക്ഷണവും സാധനങ്ങളൊക്കെ കൊടുക്കുന്നു. അതേപോലെ തന്നെ മെഡിസിൻസ് ഫ്രീ ആയിട്ട് അവിടെയുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നു. അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റൽ ബിക്കം ദെൻ പോപ്പുലർ ചാരിറ്റബിൾ ഹൗസസ്. ദേ വർ ഡിസ്റ്റിങ്ക്ട് ഫ്രം ബോത്ത് ഇംഗ്ലീഷ് മോണസ്ട്രീസ് ആൻഡ് ഫ്രഞ്ച് ഹോസ്പിറ്റൽസ്. ഇത് ചാരിറ്റബിൾ ഹൗസസ് ആയിട്ടാണ്, സേവനമായിട്ടാണ് കണ്ടിരുന്നത്. ദാറ്റ് വർ ഡിസ്റ്റിങ്ക്ട് ഫ്രം ബോത്ത് ഇംഗ്ലീഷ് മോണസ്ട്രീസ് ആൻഡ് ഫ്രഞ്ച് ഹോസ്പിറ്റൽസ്. ഫ്രഞ്ച് ഹോസ്പിറ്റലായാലും ഇംഗ്ലീഷ് മോണസ്ട്രി ആയാലും ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. ഇത് സേവനമായിട്ടാണ് കണ്ടിരുന്നത്. ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് മെഡീവൽ ഹോസ്പിറ്റൽ were worship to God. Most hospital contained in one chapel, at least one clergyman and inmates they were expected to help the prayer. അതായത് മെയിനായിട്ടുള്ള ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ മെഡീവൽ ഹോസ്പിറ്റലിലെ ദൈവത്തിനെ ആരാധിക്കുക. ആ ആരാധനയുടെ ഒരു ഭാഗമാണ് രോഗികളെ ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ഹോസ്പിറ്റലിനോടും ചേർന്നിട്ട് ഒരു ചാപ്പൽ ഉണ്ടായിരിക്കും. അവിടെ ഒരു വൈദികൻ ഉണ്ടായിരിക്കും, ഒരു ക്ലർജിമാൻ, അതായത് വൈദികൻ ഉണ്ടായിരിക്കും. എക്സ്പെർട്ട് ടു ഹെൽപ്പ്, അതിന് ഇൻമേറ്റ്സ്, അയാളുടെ കൂടെ നിൽക്കുന്ന കുറേ ശുശ്രൂഷികളുണ്ടായിരിക്കും, പ്രാർത്ഥനയ്ക്കായിട്ടും അതുപോലെ തന്നെ ഇവരെ ശുശ്രൂഷിക്കാനായിട്ട് നിൽക്കുന്നു. വർഷിപ്സ് ആർ ഓഫൺ ഹയർ പ്രിയോറിറ്റി ദാൻ കെയർ ദ ലാർജ് പാർട്ട് ഓഫ് ദ ഹോസ്പിറ്റൽ ലൈഫ് അൺടിൽ ദ ലോങ് ആഫ്റ്റർ ദ റിഫോർമേഷൻ. അതായത് സേവനത്തിനേക്കാൾ ഉപരി തന്നെയാണ് പ്രാർത്ഥന തന്നെയാണ്. പ്രാർത്ഥനയിലൂടെ അതോടൊപ്പം തന്നെ പ്രവർത്തനവും കൂടി ചെയ്തിട്ടാണ് അവർ മാറ്റങ്ങൾ വരുത്തിയത്. വർഷിപ്പ് ഇൻ മെഡീവൽ ഹോസ്പിറ്റൽ സെർവ്ഡ് വേ ടു എലിവേറ്റിംഗ് എയിൽമെൻറ്റ് ഓഫ് സിക്ക്. അതായത് അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്ന് ഉയർത്തെഴുന്നേൽക്കാനായിട്ട് പ്രാർത്ഥന, അതുപോലെ തന്നെ ധ്യാനങ്ങൾ. ദ സാൽവേഷൻ വെൻ റിലീഫ് ഫ്രം സിക്നെസ് കുഡ് നോട്ട് അച്ചീവ്ഡ്. അത് ഇവരെന്ത് ചെയ്തിരുന്നു, ഇതുപോലെ തന്നെയുള്ള ആത്മാവിഷ്കാരങ്ങൾ ഒക്കെ നമ്മൾ പ്രാർത്ഥനയിലൂടെ അസുഖങ്ങൾ മാറ്റുക എന്നുള്ളതൊക്കെ ചെയ്തിരുന്നു. ദ സെക്കൻഡറി ഫംഗ്ഷൻ ഓഫ് മെഡീവൽ ഹോസ്പിറ്റൽ വാസ് ചാരിറ്റി ടു ദ പുവർ. ഫസ്റ്റ് ഫംഗ്ഷൻ പ്രാർത്ഥന തന്നെയാണ്. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പാവങ്ങളെ സഹായിക്കുക, പുവർ, സിക്ക് ആൻഡ് ട്രാവലേഴ്സ്. അതുപോലെ തന്നെ യാത്രികർ മെയിനായിട്ട് ഉണ്ടായിരുന്നതാണ്. അതായത് ബസ്സോ അങ്ങനെയുള്ള ഗതാഗത സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് നമ്മൾ പറഞ്ഞു നടന്ന് യാത്ര ചെയ്യുമ്പോഴൊക്കെ പലപ്പോഴും കള്ളന്മാരാൽ ആക്രമിക്കപ്പെടുകയും അതേപോലെ തന്നെ മറ്റുള്ള ആൾക്കാരെ ആക്രമിച്ച് സാധനങ്ങൾ എടുത്തു കൊണ്ടുപോവുക. അപ്പോൾ ഇവർ ഐസോലേറ്റഡ് ആയിട്ട് ഒറ്റപ്പെട്ട് പോവുക, അതുപോലെ തന്നെ മുറിവേൽക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന അവസ്ഥകളുണ്ടായിരുന്നു. വെട്ടി പരിക്കേൽപ്പിച്ചിട്ട് പണവും സാധനങ്ങളൊക്കെ അപഹരിച്ച് കൊണ്ടുപോകുന്ന ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ അവരെ ശുശ്രൂഷിക്കുക, അവരെ നമ്മൾ ആ ആശ്രമത്തിൽ കൊടുന്ന് ആക്കി കഴിഞ്ഞാൽ അവരവരെ ശുശ്രൂഷിക്കുന്ന. അപ്പോൾ ചാരിറ്റി പ്രൊവൈഡഡ് by hospitals are faced in different ways, including long-term maintenance of infirm, mid-term care of the sick, short-term hospitality travelers. അപ്പോൾ യാത്രക്കാർക്ക് കുറച്ച് ദിവസം തങ്ങാനും അതുപോലെ തന്നെ അസുഖങ്ങൾ രോഗങ്ങളൊക്കെ വരുമ്പോൾ അത് മാറ്റാനുമായിട്ട്
ഉള്ള ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു, കുറച്ച് നാളത്തേക്കുള്ളത്, പിന്നെ കുറേ കാലത്തേക്ക് നിൽക്കാനുള്ളത്, പിന്നെ കുറച്ച് ദിവസത്തേക്ക് വന്നു പോകാനുള്ള ഹോസ്പിറ്റൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. റെഗുലർ ഡിസ്ട്രിബ്യൂഷൻ സലാംസ് ടു ദ പുവർ. മെയിനായിട്ട് ഇവർ ഭിക്ഷ നേടിയിട്ടാണ് പാവങ്ങളെ സഹായിച്ചിരുന്നത്. ഇവർക്ക് വേറെ വരുമാന മാർഗ്ഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സോ These were general act of the charity among the medieval hospital. ഇത് എന്താണ് ചാരിറ്റി among the medievals. The degree of charity was variable. For example, some institutions are perceived themselves mainly religious house or place of hospitality, turned away the sick, dying, fear the different health care decision. ചിലവർ അവർ നന്നായിട്ട് പ്രാർത്ഥനയിലൂടെയും ഒക്കെ മാറ്റിയിരുന്നു, പിന്നെ മരുന്നുകൾ കൊടുത്തിരുന്നു. സെൻറ്റ് ജെയിംസ് ഓഫ് ദ നോർത്ത് ഏട്ടൺ, സെൻറ്റ് ഗ്ലിഡ്സ് ഹോസ്പിറ്റൽ ഓഫ് നോർവിച്ച്, സെൻറ്റ് ലിയോണ്ട് ഹോസ്പിറ്റൽ ഓഫ് യോർക്ക് contained a specific ordinance stating they must cater to the sick and all who entered in ill health should be allowed to സ്റ്റേ അണ്ടിൽ ദേ റിക്കവേർഡ് ടു ഡൈഡ്. ഒന്നെങ്കിൽ മരണ വരെ അല്ലെങ്കിൽ ഇവർക്ക് അസുഖങ്ങൾ മാറണ വരെ അവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അവർ ചെയ്തു കൊടുത്തിരുന്നു. പലപ്പോഴും യാത്രികരായിട്ടുള്ള ആൾക്കാർക്കാണ് അത് ചെയ്തു തരുന്നത്. ദ സ്റ്റഡി ഓഫ് ദീസ് 3 ഹോസ്പിറ്റൽ പ്രൊവൈഡഡ് ഇൻസൈറ്റ് ഇൻ ടു ഡയറ്റ്, മെഡിക്കൽ കെയർ, ക്ലീൻനെസ് ആൻഡ് ഡെയിലി ലൈഫ് മെഡീവൽ ഹോസ്പിറ്റൽ ഇൻ യൂറോപ്പ്. അതേപോലെ തന്നെ എന്ത് ചെയ്തിരുന്നു, അസുഖങ്ങൾ വരാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് എടുക്കുക, ഭക്ഷണ രീതികൾ വൃത്തിയിൽ സൂക്ഷിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അന്നത്തെ കാലത്ത് ചെയ്തിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ചാരിറ്റിയാണ് അവർക്ക് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് വർഷിപ്പ് ആൻഡ് ചാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് മെയിനായിട്ട് ആ പീരീഡിൽ ലേറ്റ് മെഡീവൽ പീരീഡിൽ ഹോസ്പിറ്റൽസ് സെർവ് ചെയ്തിരുന്നത്. ഓക്കെ, താങ്ക് യു.